സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് പതിമക്ക പിറന്നോരേ പരൻ തന്ന റസൂലോരേ പതിമക്ക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങൾക്ക് ഒരു ഉദാഹരണയായി 2 വീഡിയോകൾ ഇവിടെ കാണിക്കുന്നു. അതിൽ ഒരു വീഡിയോ നമ്മുടെ ഫിറോസ് കുന്നംപറമ്പിൽ ചെയ്യുന്ന വീഡിയോകൾ ഒരുപാട് രോഗങ്ങൾ, അസുഖമാണ്, ക്യാൻസറാണ്, ഇല്ലാത്ത രോഗമില്ല, ഒരുപാട് രോഗങ്ങളാണ്. അദ്ദേഹം അതിൻ്റെ വീഡിയോ ഇട്ട് അവർക്ക് വേണ്ടിയതായിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും മരുന്നിനുള്ളതും അതല്ലെങ്കിൽ എല്ലാ ചികിത്സക്കുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം അതിൻ്റെ ചുമതലയെടുത്ത് അദ്ദേഹം വീഡിയോ ഇട്ട് ഗൾഫിൽ നിന്ന് പണം വന്ന് അതിനെ ശേഖരിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. മറ്റേ ഭാഗത്ത് എല്ലാ രോഗങ്ങൾക്കും ശമനം, കടങ്ങൾ തീരാനും സർവ്വ രോഗങ്ങൾക്കും, അതുപോലെ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ, വലിയ വലിയ രോഗങ്ങൾ പോലും സുഖപ്പെടുന്നു എന്ന് പറഞ്ഞ് മജ്‌ലിസ് ചെയ്യുന്നതും അവിടെ ഒരുപാട് കാശ് പിരിക്കുന്നതും. ഇത് 2 കാര്യവും നിങ്ങൾ കണ്ടതിൻ്റെ ശേഷം നമ്മൾ സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. മാരകമായ അസുഖം ബാധിച്ചിട്ട് അതിന്റെ കഠിനമായ വേദനയിലും അതിനെതിരെ അതിനെ പൊരുതി തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന 9 വയസ്സുകാരിയായിട്ടുള്ള അസ്നാഖാൻ എന്ന് പറയുന്ന ഒരു കുട്ടി. നമ്മുടെ മക്കളൊക്കെ കളിച്ച് ചിരിച്ച് നടക്കുമ്പോൾ ആ കളിച്ച് ചിരിച്ച് നടക്കേണ്ട കാല് ക്യാൻസർ ബാധിച്ച് അത് മുറിച്ചു മാറ്റിയിട്ടത് കണ്ടില്ല നിങ്ങൾ? ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു കാല് നിൽക്കുമ്പോൾ നമ്മളെയൊക്കെ നോക്കി കാണേണ്ട ഈ ഒരു കണ്ണിന് ക്യാൻസർ ബാധിച്ചിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് നൽകിയിട്ടും ഒരു കണ്ണിന്റെ കാഴ്ച മാത്രമാണ് ഈ മോൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ലങ്സിന്റെ സർജറി ചെയ്തു, കുടലിന്റെ സർജറി ചെയ്തു. പക്ഷേ ഇനിയിപ്പോ ലങ്സിന് ഒരു സർജറി കൂടി വേണം എന്നാവശ്യപ്പെട്ടിരിക്കുക. നിങ്ങൾ എല്ലാവരും ഈ പൊന്നുമോളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരണം. ഇത്രയും വലിയൊരു തുക ഞങ്ങളെ കൊണ്ട് ഒരിക്കലും കൂട്ടിയതിന് കൂടില്ല. ഇതുപോലെ മുമ്പൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഞങ്ങളെ ഇത്രയും സഹായിച്ചത്. ഞങ്ങളുടെ ഏറ്റവും വലിയ തുക നമ്മൾ ഈ ലോകത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ, അതായത് നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ മക്കളെ നമ്മളെ വിട്ട് പിരിയണമെന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു അവസ്ഥയിലൂടെ അതിലൂടെ ഞങ്ങളിപ്പോ കടന്നു പോകുന്നത്. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ രണ്ടാമത് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും എന്റെ പൊന്നു. ഇതാണ് സഹോദരന്മാരെ, ആദ്യം നിങ്ങൾ കണ്ടത് ഫിറോസ് കുന്നംപറമ്പിൽ ചെയ്യുന്ന കാര്യങ്ങൾ. അദ്ദേഹം ചെയ്യുന്ന ഈ വീഡിയോകൾ കണ്ട് പാവങ്ങളായ ജനങ്ങൾ സഹകരിക്കുന്നു, സഹായിക്കുന്നു. അതുപോലെ ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നവരും, കൂടുതൽ ഗൾഫിൽ നിന്നാണ് ഇതിൻ്റെ കാശ്, ഇതിന് വരുന്ന മൊത്തങ്ങൾ. അതാണ് ഇവിടെ വീഡിയോ ഇട്ടാൽ മതി, ഫിറോസിനെ വിശ്വസിച്ചും കൊണ്ട് അവർ അതിനെ അവരുടെ അക്കൗണ്ടിലേക്ക്, രോഗിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നു. ചില ആൾക്കാർക്ക് മുഴുവനായി അത് സുഖപ്പെടുന്നു, അതല്ലെങ്കിൽ അവർ രോഗികളായി ഇങ്ങനെ കഴിയുന്നു. രോഗമെന്നാൽ അതുപോലെയാണ്. രോഗം തുടക്കത്തിലാണെങ്കിൽ ചിലപ്പോൾ അത് ശരിയാകും, അതല്ലെങ്കിൽ എല്ലാം അല്ലാഹുവിൻ്റെ വിധിയാണ്. എങ്കിലും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇദ്ദേഹം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഈ ഫിറോസ് കുന്നംപറമ്പിൽ അദ്ദേഹം ചെയ്യുന്ന വലിയ കാര്യമാണ്. ഇതെല്ലാം കേരളത്തിലാണ് അധികവും കൂടുതൽ ഇത് രോഗമുണ്ടാകുന്നതും
കേരളത്തിലാണ്. അതുപോലെ ഈ മജ്ലിസുകൾ കൂടിയതും വല്ലാത്തൊരു കൂടലാണ്. ഈ മജ്ലിസ് നമ്മുടെ കർണാടക ഭാഗത്ത് എവിടെയും കാണാനില്ല, വളരെ കുറവാണ്. ഇവിടെ ആണെങ്കിലോ കേരളത്തിലാണെങ്കിലോ ആഴപ്പുഴയിൽ ഒരു മജ്ലിസ് കാണുന്നു, ആ മജ്ലിസ് നിങ്ങൾ കാണണം. അതുപോലെയുള്ള ഒരുപാട് മജ്ലിസുകൾ ഇവിടെ ബായാറിൽ ബായാർ തങ്ങളുടെ സ്വലാത്ത് മജ്ലിസ് എന്ന് പറയുന്നു. അതുപോലെയുള്ള കാര്യങ്ങൾ ഓൺലൈനും ഓഫ്ലൈനും മജ്ലിസുകളും അതൊന്ന് നിങ്ങൾ കാണണം സഹോദരന്മാരെ. ഈ രണ്ട് കാര്യങ്ങളിൽ നമ്മൾ വെച്ച് സംസാരിക്കണം ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും കുറിച്ചൊരു ഫസാദ് പറയോ, ദൈവത്ത് പറയോ, നബീമത്ത് പറയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിശ്ചയമായി എന്ത് സംഭവിക്കും? നമ്മുടെ ഹൃദയത്തിലൊരു പുള്ളി വീഴും, ഒരു കറുത്ത പുള്ളി. ആ കറുത്ത പുള്ളി അങ്ങനെ വീണ് കഴിഞ്ഞാൽ നമ്മൾ ഇബാദത്ത് ചെയ്തിട്ടോ, നമ്മൾ ദുആരന്നിട്ടോ, നമ്മൾ എന്തെല്ലാം ചെയ്തോ, പിന്നെ ചെയ്താലും എന്തില്ല, അള്ളാഹു സ്വീകരിക്കില്ല. അതുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് പറ്റുന്ന പറ്റുകൾ നമ്മളൊക്കെ, ഞാനും നിങ്ങളുമടക്കം പല രീതിയിലും നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ പല കാര്യങ്ങൾ കേൾക്കേണ്ടതായി വരും, പല കാര്യങ്ങൾ സംസാരിക്കേണ്ടതായി വരും. പക്ഷേ നമ്മൾ വളരെയധികം ഗൗരവത്തോടു കൂടി മാത്രമേ പല കാര്യങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. കാരണം അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ കറുപ്പ് പുള്ളി തന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഇബാദത്ത് ചെയ്താലും എത്ര ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കില്ല. കാരണം ഹൃദയം ശുദ്ധികേടായി പോയി. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഹൃദയത്തിലേക്കാണ് അള്ളാഹു നോക്കുന്നത്, കറുത്ത പുള്ളിയുള്ള ഹൃദയത്തിലേക്ക് അള്ളാഹ് നോക്കില്ല. ആ ഹൃദയത്തിൽ അള്ളാഹു ഒരിക്കലും സമാധാനം നൽകുകയില്ല, സന്തോഷം നൽകുകയില്ല. ദാരിദ്ര്യങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പല പലതരത്തിലുള്ള വിഷമങ്ങളും പരീക്ഷണങ്ങളുമായിട്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആ വലിയ മഹത്തായ മജ്‌ലിസിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. സമയം ഒരുപാടായി. രോഗങ്ങൾ കൊണ്ട്, കുടുംബത്തിലെ വിഷമങ്ങൾ കൊണ്ട്, കടങ്ങൾ കൊണ്ട്, കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹ് മക്കളില്ലാത്തവരുണ്ട്. അല്ലാഹ് കണ്ടല്ലോ സഹോദരന്മാരെ, ഇത് ബാവ മജ്‌ലിസ് കളവൂർ, ബാവ മജ്‌ലിസ് കളവൂർ എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അത് ആലപ്പുഴയിലാണ്. ആ ബഹുമാനപ്പെട്ട ഉസ്താദ് അവിടെ പ്രസംഗിക്കുന്നു, അതുപോലെ ദുആ ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും. അതുപോലെ അവിടെ പണം ശേഖരിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ആ ഉസ്താദ് മാത്രം മുഖം കാണിക്കുന്നില്ല. അത് എന്താണെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആരെങ്കിലും അറിയുമെങ്കിൽ നിങ്ങളതിനെ കമൻറ്റിലിടണമെന്ന്, ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് കമൻറ്റിലിടണമെന്നാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്. പിന്നെ ഞാൻ തന്നെ കമൻറ്റിലിട്ട് ചോദിച്ചു, ഇത് എന്താണ് ഉസ്താദ് ഇതുപോലെ മുഖം കാണിക്കുന്നില്ല, എന്താണ് ഇതിൻ്റെ കാര്യമെന്ന്. അവിടെ പോയവരല്ലേ അതിനെ കണ്ട് കമൻ്റ് ഇടുക. അതുകൊണ്ട് ഒരാൾ കമൻ്റ് ഇട്ടു, അത് ഔലിയാക്കന്മാർ എല്ലാവരും അതുപോലെയാണ്, മുഖം കാണിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. മുഖം കാണിക്കാത്ത ഔലിയ ഞാൻ ഇത് ആദ്യമായിട്ടാണ് കണ്ടത്. ഏതായാലും നല്ല മനുഷ്യരായിരിക്കും. അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ഫലമുണ്ടോ ഇല്ലയോ അതല്ല പ്രശ്നം. അവിടെ ശേഖരിക്കുന്ന ഈ പണം, ഇവിടെ ഫിറോസ് കുന്നംപറമ്പിൽ വിളിച്ചു പറയുന്ന ഇതുപോലെയുള്ള രോഗികൾക്കാണെങ്കിലും അതിൽ ഒരു 1% ഒരു 10% കൊടുക്കുന്നു, കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നുണ്ടോ? അതല്ല അവിടെ ഈ പണത്തിനെ കൊണ്ട് ഇവർ എന്ത് ചെയ്യുന്നു? ഇതാണ് ഇവിടെ പ്രശ്നം. ഇതെല്ലാ പണം കേരളത്തിൽ നിന്ന് തന്നെയാണല്ലോ. കേരളത്തിൽ നിന്ന് പോയി, നമ്മുടെ നാട്ടിൽ നിന്ന് പോയി ജോലി ചെയ്ത് അവിടെ ഉണ്ടാക്കിയ പണത്തിന് ഇവർ ഫിറോസ് കുന്നംപറമ്പിൽ പറഞ്ഞ് ഇവിടെ വീട് ഇട്ടാലും കൊടുക്കുന്നതും അതും നമ്മുടെ സഹോദരന്മാരാണ്. അതുപോലെ ഇതുപോലെയുള്ള മജ്‌ലിസുകൾക്ക് പോയി പണം അവിടെ എത്തിക്കുന്നതും അതും ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന കാശാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ കൂടുതൽ ആണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും, സ്ത്രീകളാണ് കൂടുതലുള്ളത്. എല്ലാ മജ്‌ലിസിലും സ്ത്രീകളാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ബാവ മജ്‌ലിസിൽ സ്ത്രീ പുരുഷനെന്ന് വ്യത്യാസമില്ലാതെ എല്ലാം ഒന്നിച്ച് അവിടെ കൂടുന്ന കാഴ്ചകളും കാണാം. അതുപോലെ നമ്മുടെ നൂറെ ഹബീബെ പൊട്ടത്തരം പറയുന്ന ഒരു തങ്ങളുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മജ്‌ലിസും അതുപോലെയാണ്. ഇവിടെ എത്ര മജ്‌ലിസായാലും, പൊട്ടനായാലും ചൊട്ടനായാലും എങ്ങനെയുള്ള ഏത് രീതിയിലുള്ള ആളാണെങ്കിലും ഇവർക്ക് മജ്‌ലിസ് വേണം, ചികിത്സ വേണം. രോഗം എത്ര ഇവർക്ക് ചെയ്താലും, എത്ര ദുആ ചെയ്താലും ഈ രോഗം മാറുന്നത് കാണുന്നില്ല. ഇവർക്ക് ദിനേ എല്ലാ ദിവസങ്ങൾക്കും ഇവർക്ക് എവിടെയെല്ലാം മജ്‌ലിസുണ്ടോ, എവിടെയെല്ലാം
പോകാനുണ്ട്, എല്ലാം പോയി കിട്ടണം ഇവർക്ക്, ഈ സ്ത്രീകൾക്ക്. അതാണ് എവിടുന്നാണ് ഈ കാശ് വരണം, എവിടുന്നാണ് ഈ കാശ് ഉണ്ടാക്കുന്നത്, എത്ര അധ്വാനിക്കുന്നു ഈ സഹോദരന്മാർ. നമുക്ക് സ്വന്തത്തിന് വേണ്ടി ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല. അതുപോലെയുള്ള മനുഷ്യന്മാരെ പിഴിഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ. യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞ ഈ ഫിറോസ് കുന്നംപറമ്പിൽ ചെയ്യുന്ന വലിയ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞാൽ മതി, എല്ലാവരും സഹായിക്കുന്നു, അവിടെ രോഗികൾക്കത് എത്തുന്നു, അത് ചെയ്യുന്നു. ഇവിടെയാണെങ്കിലോ ഇതുപോലെയുള്ള മജ്ലിസുകൾ, എത്ര മജ്ലിസുകളാണ്, നൂറെ ഹബീബെ, അതുപോലെ ബായാർ മജ്ലിസ്, സലാത്ത് മജ്ലിസ്, അതുപോലെ ഇത് ഇപ്പോൾ കാണിച്ചു തരിക്കുന്ന കളവൂറും ബാവ മജ്ലിസ്, അതുപോലെയുള്ള ഓൺലൈനും ഓഫ്ലൈൻ മജ്ലിസുകളും, ഇതാണ് മദനീയം പോലത്തെ, അവിടെയും രോഗശമനത്തിന് അവിടെയും ദുആ ചെയ്യുന്നു, രോഗശമനമുണ്ടായി, പിന്നെ കിണറ്റിൽ വെള്ളം കിട്ടി, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരുപാട് പറഞ്ഞ് കഴിഞ്ഞതാണ്. അതാണ്. പിന്നെ സഫ്വാൻ സക്കാഫിൻ്റെ ഒരു മജ്ലിസ്, അതും എന്തപ്പോൾ അറിവ് നിലാവു ഇതുപോലെയുള്ള അറിവ് നിലാവു, അറിവില്ലാത്തതും അറിവുള്ളതും എല്ലാം മൊത്തത്തിൽ കലക്ഷനാണ്, മൊത്തത്തിൽ പിരിവാണ്, എല്ലാത്തിനും പിരിവാണ്. ഇപ്പോൾ അടുത്ത് നമ്മുടെ 100ാം വാർഷിക വന്നല്ലോ, 100ാം വാർഷികത്തിന് തുടക്കം എന്നാൽ ഇനി 3 വർഷത്തിൻ്റെ പ്രവർത്തനം, അതിൻ്റെ ശേഷം 100ാം വാർഷികം, സമസ്ത 100ാം വാർഷികം എന്ന് 2 വിഭാഗത്തു നിന്നും അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് അവരും കലക്ഷൻ ചെയ്യുന്നു, പിരിവ് നടത്തുന്നു. എല്ലാ പിരിവിൻ്റെ ഇതായിരിക്കുന്ന ഈ ഇതുണ്ടല്ലോ, അതിൻ്റെ ഹൊടത്താന്ന് ഈ കന്നഡത്തിൽ പറഞ്ഞതുപോലെ അതിൻ്റെ എല്ലാ നേട്ടങ്ങളല്ല, അതിൻ്റെ എല്ലാം എഫക്റ്റുകൾ, ഈ പിരിവിൻ്റെ എഫക്റ്റുകളെല്ലാം ഗൾഫിൽ നയിച്ചുണ്ടാക്കുന്ന ജോലി ചെയ്യുന്ന സഹോദരന്മാർക്ക് ഒരൊറ്റ മിനിറ്റ് പോലും റെസ്റ്റ് കൊടുക്കാത്ത അവരുടെ അവസ്ഥ അവിടെ എന്താണ്, അവർ എന്ത് ചെയ്യുന്നു, ഏത് രീതിയിലാണ് പണം ഉണ്ടാക്കുന്നത്, എത്ര കഷ്ടപ്പെടുന്നു, എത്ര ഓവർ ഡ്യൂട്ടി ചെയ്യുന്നു, ഇതൊന്നും നോക്കാതെ എത്ര മണിക്കൂറാണ് അവരുടെ ജോലി, അവർക്ക് റെസ്റ്റ് ഉണ്ടോ ഇല്ലയോ, അത് നമുക്ക് വീട്ടിലേക്ക് വേണ്ടത് മാത്രം പറഞ്ഞ് അവിടുന്ന് കാശ് വരുത്തുകയാണോ, അതല്ല നമ്മൾ എല്ലാ മജ്ലിസും എല്ലാ ചികിത്സക്കും എല്ലാം ഇവിടുന്ന് നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് ഇതിനെ ഓരോ മജ്ലിസിൻ്റെ ആൾക്കാർ എത്ര കാശുകൾ ഉണ്ടാക്കുന്നു, അത് എവിടത്തേക്ക് പോകുന്നു, അവർ എന്ത് ചെയ്യുന്നു, ഒന്നും അറിയണ്ട. ഈ വാങ്ങി കൊടുക്കുന്നവർക്കൊന്നും അറിയണ്ട, അവിടെ അയക്കുന്നവർക്കാണ് ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇതിനെ നിങ്ങൾക്ക് കാണിച്ചതും പറയുന്നതും. അതുപോലെ നല്ല കാര്യങ്ങളാണെങ്കിൽ നടക്കട്ടെ, അതല്ല ഇവർക്ക് പണം ശേഖരിച്ചിട്ട് 2 or 3 പെണ്ണ് കെട്ടാനോ അതിൻ്റെ കേസ് ഗുൽമാലുണ്ടായാൽ അതിൻ്റെ പണത്തിൻ്റെ കാശ് കൊടുത്തെല്ലാം ആക്കാനാണെങ്കിൽ ഇതുപോലെയുള്ള കാര്യത്തിൽ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നിർത്തിവെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു ദുനിയാവിൽ നമുക്ക് തരുന്ന കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും അത് അള്ളാഹുവിൻ്റെ വിധിയാണെങ്കിൽ അത് തന്നേ തീരൂ. അതിനുള്ള ശമനം അത് നമ്മുടെ കയ്യിൽ തന്നെയാണുള്ളത്. നമ്മളത് ദുആ ചെയ്യണം അള്ളാഹുവിനോട്. നമ്മൾ ദുആ ചെയ്താൽ മതി. എല്ലാ സമയത്തും 5 വഖ്ത് നമസ്കരിച്ചിട്ടും അതുപോലെ തഹജ്ജുദ് നമസ്കരിക്കുക, അതുപോലെ ളുഹ നമസ്കരിച്ച് നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം. നമ്മുടെ കച്ചവടമില്ലെങ്കിൽ, രോഗമാണെങ്കിൽ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കാം. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പോയി നിങ്ങൾ കാശ് കൊടുത്താൽ അത് എന്താണ് കാര്യമാണ്, എന്താണ് ഇവിടെ നടക്കുന്നത്, എത്ര കാശ് അവിടെ പിരിക്കുന്നു, ആ കാശ് എവിടത്തേക്കാണ് പോകുന്നത്, ഇത്രയാണെങ്കിലും അതിൻ്റെ ഒരു പരാമർശ ചെയ്തിട്ട് അതിന് കണ്ടുപിടിച്ച് നിങ്ങൾ കൊടുക്കാത്ത ഇതിനെല്ലാം അള്ളാഹു ചോദിക്കുന്ന ഒരു വിധത്തിൽ നിങ്ങൾ കൊടുത്ത് അവിടെ അവർ എന്തൊക്കെയോ ചെയ്യാനും നമ്മളെ ഇവിടെയുള്ള യുവാക്കളും അതുപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് പോയ വാപ്പയോ ഭർത്താവോ ആരാണെങ്കിലും അവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശാണെന്ന് നിങ്ങൾ കണക്കിലെടുത്ത് ദയവ് ചെയ്ത് നല്ല രീതിക്ക് മാത്രം, നല്ലതിന് മാത്രം നിങ്ങൾ ചെലവ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. വളരെ കഷ്ടമുള്ള കാര്യമാണ്. നമുക്കറിയാം കച്ചവടം എത്ര കഷ്ടമുണ്ട്, എത്ര ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് എനിക്കും അറിയാം. അതുകൊണ്ടാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നല്ലത് ചെയ്യാൻ അല്ലാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.